മൗനരാഗത്തിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിരൺ പ്രകാശിനെ ജയിലിൽ നിന്ന് ഇറക്കുകയാണ്. എന്നിട്ട് പ്രകാശൻ കിരണിനോട് പറയാണ്, ഇനി എൻ്റെ മക്കൾക്കോ പേരക്കുട്ടികൾക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കാൻ ഞാൻ ഇനി സമ്മതിക്കുകയില്ല, ഇനി ഞാൻ അതിന് നിൽക്കില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ എന്നിട്ട് എല്ലാം കേട്ടതിന് ശേഷം കിരൺ പ്രകാശന് കയ്യിൽ കുറച്ച് പൈസ കൊടുക്കുകയാണ്. അപ്പോൾ പ്രകാശൻ പറയുന്നുണ്ട്, എന്തിനാ എനിക്ക് പൈസ, എനിക്കിനി വേണ്ട, ഞാൻ പൈസക്ക് വേണ്ടിയിട്ടല്ല ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നൊക്കെ പറയാണ്. ഒടുവിൽ പ്രകാശൻ്റെ കയ്യിൽ പൈസ വെച്ച് കൊടുത്തിട്ട് പറയാണ്, നിങ്ങൾ നിരപരാധി എന്ന് തെളിയിക്കേണ്ടത് ഞങ്ങളെയല്ല, മുകളിലിരിക്കുന്ന ആളെയാണ് എന്നൊക്കെ കിരൺ പറയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇനി മുന്നോട്ട് നല്ല രീതിയിൽ പോകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മരിച്ചാലും മോശം കിട്ടില്ല എന്നൊക്കെ കിരൺ പറയാണ്. എന്നിട്ട് പ്രകാശൻ പറയാണ്, ഇനിയുള്ള ജീവിതം ഞാൻ നല്ല രീതിയിൽ തന്നെ ആയിരിക്കും, ഇനി രാമായണ മാസമല്ലേ വരുന്നത്, ഇനി കഠിന വ്രതത്തിൽ തന്നെയായിരിക്കും, എൻ്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാവർക്കും വേണ്ടി തന്നെ എന്നൊക്കെ പ്രകാശൻ പറയുകയാണ് കിരണിനോട്. പിന്നീട് പ്രകാശൻ കിരണിനോട് ഒരാഗ്രഹം പറയുകയാണ്, എനിക്ക് എൻ്റെ കല്യാണിയെയും കല്ലുമോനെയും ഒന്ന് കാണണമെന്ന്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, അത് അവരോട് ചോദിക്കണം, എന്താണെന്ന് വെച്ചാൽ ജനിച്ചപ്പോൾ തൊട്ട് വെറുക്കപ്പെട്ട ഒരു മോളല്ലേ, അവൾക്കും കൂടി അത് തോന്നണ്ടേ എന്നൊക്കെ പറയുകയാണ് പ്രകാശിനോട്. കിരൺ വീട്ടിലേക്ക് വന്നിട്ട് കല്യാണിയോടും അമ്മയോടും പറയാണ്, പ്രകാശൻ നിരപരാധിയാണ് അമ്മേ, ആള് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, ഇതിന് പിന്നിൽ നമ്മൾ അയലത്ത് കിടക്കുന്ന എൻ്റെ അങ്കിൾ തന്നെയാണ്, രാക്ഷസനാണ് അവൻ, അയാളാണ് നമുക്കെതിരെ ഈ ഗുണ്ടകളെ വിട്ടതെന്നൊക്കെ കിരൺ പറയാണ്. കല്യാണി ചോദിക്കുകയാണ്, എങ്ങനെ അത് മനസ്സിലായതെന്ന്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, ഞാൻ ആ രണ്ട് ഗുണ്ടകളെയും പൊക്കി, ഞാനും അച്ഛനും പറയേണ്ട രീതിയിൽ അങ്ങോട്ട് ചോദിച്ചപ്പോൾ അവർ സത്യം തുറന്നു പറഞ്ഞു. അങ്ങനെയാണ്. പ്രകാശൻ അമ്മയെ വഴിയിൽ വെച്ച് കാണുകയാണ്. എന്നിട്ട് പ്രകാശനോട് അമ്മ സംസാരിക്കുന്നുണ്ട്, നീ നന്നാവണം എന്നൊക്കെ പറയാണ്. എന്നിട്ട് പ്രകാശൻ അമ്മയോടൊരാഗ്രഹം പറയാണ്, എനിക്ക് എൻ്റെ ഭാര്യയും മക്കളും ഒത്ത് ഒരു നേരമെങ്കിലും ഒരു ദിവസമെങ്കിലും ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ആഗ്രഹം പറയാണ്. അപ്പോൾ അത് കേട്ട് അമ്മ കല്യാണിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. സരയു പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ ശാരി കാണുന്നുണ്ട്. ശാരി ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടാ മോളെ, എങ്ങോട്ടാണെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സംസാരത്തിനിടയിൽ ശാരി പറയുന്നുണ്ട്, മോളെ നീ ഈ മാല ഒന്ന് പരിശോധിക്കണം, നീ അതൊന്ന് പരിശോധിച്ച് സ്വർണ്ണമാണോ ഒന്ന് ഉറപ്പ് വരുത്തണം എന്നൊക്കെ പറയാണ്. അപ്പോൾ അത് കേട്ട് സരയാണെങ്കിൽ ശാരിയോട് അങ്ങോട്ട് തട്ടിക്കയറി എല്ലാം സംസാരത്തിനിടയിൽ പറയുന്നുണ്ട്, എനിക്കും എല്ലാത്തിനേലും വലുത് എൻ്റെ മനുവേട്ടനാണ് എന്നൊക്കെ പറയാണ്. അങ്ങനെ ശാരിയോട് സംസാരിച്ചതിന് ശേഷം സരയു പുറത്തേക്ക് പോകാൻ ഇറങ്ങുകയാണ്. അപ്പോൾ സരയു മനസ്സിൽ പറയുന്നുണ്ട്, എന്തായാലും ശാരി പറയുന്നതനുസരിച്ച് ഒന്ന് ഇതിൻ്റെ മാറ്റി നോക്കണം, ഇതൊന്ന് തെളിയിക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങി പോവുകയാണ് സരയു. എന്നിട്ട് ആ മാല കൊണ്ടുപോയി സ്വർണ്ണക്കടയിൽ പോയി ഉരച്ച് നോക്കുകയാണ്. അപ്പോൾ തന്നെ മാല സ്വർണ്ണമല്ലാന്ന് തെളിയുകയാണ്. എന്നാലും സരയു ആകെ വിഷമത്തിൽ തന്നെ ഇറങ്ങി പോവുകയാണ്. ഇനി സരയുവിന് ഇപ്പോഴും വിശ്വാസം അങ്ങോട്ട് വരുന്നില്ല. ഒടുവിൽ കാർത്തികയും കല്യാണിയും കൂടി മുത്തശ്ശിയെ കാണുകയാണ്. എന്നിട്ട് പ്രകാശൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രകാശനെ ജയിലിൽ നിന്ന് ഇറക്കിയ കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്